ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കുഞ്ഞ് ബർത്ത്ഡേ വ്ളോഗാണ്. അപ്പോൾ ഗീതുമോളുടെ പിറന്നാളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നേരത്തെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നേരെ അടുക്കളയ്ക്ക് പോയി. അപ്പോൾ തലേ ദിവസം ഞാൻ കുറച്ച് കഷ്ണങ്ങളൊക്കെ ഇതേപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ കഷ്ണങ്ങൾ ഞാൻ അതുപോലെ നന്നാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കുക്കറിലേക്ക് കുറച്ച് പരിപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ഇതേപോലെ അരിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൽ നിന്ന് സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതാകുമ്പോൾ നമുക്ക് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിനും കൂടി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ ആദ്യം തയ്യാറാക്കി. അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഇതേപോലെ അരിഞ്ഞു കൊടുത്തിട്ടു. അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതങ്ങനെ നമ്മൾ വേവിക്കാനായിട്ട് വെച്ചു കേട്ടോ. അപ്പോൾ അത് വിസിൽ വരട്ടെ അവിടെ ഇരുന്നിട്ട്. അപ്പം ഞാൻ ആ നേരം കൊണ്ട് മോളേനെ എണിപ്പിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ റൂമിലേക്ക് പോയി നോക്കുമ്പോൾ നല്ല ഉറക്കം തന്നെയാണ് കേട്ടോ. മോളാനെ കുറേ നേരം തട്ടി വിളിച്ചതിന് ശേഷമാണ് കേട്ടോ എനിക്കത്. അങ്ങനെ കഴിഞ്ഞിട്ടപ്പോൾ തന്നെ ബർത്ത്ഡേ ഒക്കെ ഞാൻ വിഷ് ചെയ്തു കേട്ടോ. അപ്പോൾ അന്ന് ക്ലാസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നേരത്തെ അമ്പലത്തിലൊക്കെ പോയിട്ടൊന്ന് വരണം. അതുകൊണ്ട് തന്നെ മോളേനെ ഞാൻ വേഗം പല്ല് തേപ്പിക്കാനൊക്കെ ആയിട്ട് വിട്ടു കേട്ടോ. അതിൻ്റെ ഇടയ്ക്കായിട്ട് ഞാനത് വെള്ളയപ്പം ഉണ്ടാക്കി അപ്പുറത്തെ സാമ്പാറും തിളയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് മോളുടെ പല്ല് തേപ്പൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം തന്നെ മോളേനെ കുളിപ്പിച്ചു കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ ലേറ്റ് ആവും. പിന്നെ സ്കൂളിലേക്ക് എത്താൻ ലേറ്റ് ആവുന്നതുകൊണ്ട് തന്നെ വേഗം പരിപാടികളൊക്കെ ചെയ്ത് തീർത്തു. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടെടുത്തിട്ട് ഒരുക്കി കൊടുത്തു. അങ്ങനെ മോളേനൊക്കെ ഒരുക്കിയതിന് ശേഷം ഞാൻ ഒരുങ്ങി. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് അമ്പലത്തിലേക്ക് പോയിട്ടു. അപ്പോൾ വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലം തന്നെയാണ്. നമുക്കൊക്കെ നടന്നിട്ട് പോകാനുള്ള ദൂരം തന്നെയുള്ളൂ. ഒരു 10 മിനിറ്റൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെ അമ്പലത്തിലേക്ക് പോയിട്ട് വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്തു. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വേഗം വീട്ടിലേക്ക് പോന്നു കേട്ടോ. അങ്ങനെ അപ്പോൾ തന്നെ ഞങ്ങൾ വേഗം ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് മോളേനെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചിട്ടു. അപ്പോൾ വേറെ ഡ്രസ്സാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മോളേനെ ക്ലാസ്സിലേക്ക് ആക്കി. പിന്നെ വീട്ടിലേക്ക് വന്നപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കേക്ക് സ്കൂളിലേക്ക് കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള കേക്കാണ്. അപ്പോൾ 2 കേക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ സ്കൂളിലേക്ക് കൊടുക്കാനും പിന്നെ ഇത് ഈ ഒരു വയലറ്റും ഗ്രീനും കൂടിയിട്ടുള്ളത് നമുക്ക് വീട്ടിൽ മുറിക്കാനായിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കിലാണെങ്കിൽ പേരും കാര്യങ്ങളൊന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ വേഗം എഴുതി അതിന് മേലെ കുറച്ച് ഷുഗർ ബോൾസൊക്കെ ഇട്ടിട്ട് സെറ്റാക്കിയിട്ട് നമ്മൾ ഇത് സ്കൂളിലേക്ക് കൊണ്ടു കൊടുക്കാനായിട്ട് പോയിട്ടോ. അപ്പോൾ ആ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ അതിന് ശേഷം ഞാൻ വന്നിട്ട് അവിയലിൻ്റെ കഷ്ണങ്ങൾ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തൈരൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പുറത്തെ ഭാഗത്തായിട്ട് ഇതേപോലെ ഞാൻ ഉപ്പേരി വെക്കാനായിട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒപ്പം എല്ലാതും ചെയ്താലാണ് പെട്ടെന്ന് കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ച് കൊടുത്തു. അതിന് ശേഷം തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തു, മുളക് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ പയറും ബീൻസും കൂടിയിട്ടുള്ള ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നന്നായിട്ട് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് വേവിക്കാനായിട്ട് വെച്ചു. അപ്പോൾ ആ നേരം കൊണ്ട് തന്നെ കുറേ അധികം പാത്രങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ കഴുകാനായിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വേഗം ഇങ്ങനെ കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുഴുവനായിട്ട് നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. ആദ്യത്തെ ഒരു വ്ളോഗ് വീഡിയോ ആയതുകൊണ്ട് തന്നെ കുറേ അധികം തെറ്റും കുറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നിങ്ങളും അതൊന്ന് ക്ഷമിക്കുക. ഇന്നാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോയിട്ട് അങ്ങനെ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ വേഗം കറണ്ട് വന്ന സമയം നോക്കിയിട്ട് തന്നെ തേങ്ങയൊക്കെ ഒന്ന് ചിരകി അവിയലിലേക്കുള്ള അരപ്പൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നെന്താണെന്നറിയില്ല, ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കറണ്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനായിട്ടായാലും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ അവിയലായിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഉപ്പേരി ആയിട്ടുണ്ട് കേട്ടോ. ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചോറ് നോക്കുമ്പോൾ വെന്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ഊറ്റിയെടുത്തു. പിന്നെ ആ ഒരു അടുപ്പത്തായിട്ട് തന്നെ ഞാൻ ഉരുളി വെച്ചിട്ട് പായസം വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നെയ്യൊക്കെ ഒഴിച്ചതിന് ശേഷം അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഇതേപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തു കേട്ടോ. അത് റോസ്റ്റ് ആയതിന് ശേഷം ആ ഒരു നെയ്യിൽ തന്നെ നമ്മൾ സേമിയ വറുത്തെടുത്തു കേട്ടോ. അപ്പോൾ സേമിയ പായസമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൽ തന്നെ നമ്മൾ പാലും പഞ്ചസാരയൊക്കെ ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം പായസമൊക്കെ നമ്മൾ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ പെട്ടെന്ന് ചെയ്തു. പിന്നെ ലാസ്റ്റായിട്ട് നമുക്ക് പപ്പടം വറുക്കാനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം മോളേനെ വിളിക്കാനായിട്ട് പോകാനും ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട്. പിന്നെ അവളേനെ വീണ്ടും സ്കൂളിലേക്ക് ആക്കാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പപ്പടമൊക്കെ വറുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ പരിപാടികളൊക്കെ എല്ലാവരും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചോറ്, സാമ്പാർ, ഉപ്പേരി, ഇഞ്ചിമ്പുളി, അച്ചാർ, കാളൻ, അവിയൽ, പപ്പടം, പായസം ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ നമ്മുടെ പിറന്നാളുടെ കുട്ടി സദ്യ. അങ്ങനെ എല്ലാ വിഭവങ്ങളൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. പറ്റുന്ന പോലെ ഞാൻ കുറച്ചൊക്കെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടോ. പിന്നെ നമുക്ക് പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ.
അതിന് ശേഷം ഇതേ ഞാൻ വിളക്കൊക്കെ കൊളുത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതേ നമ്മൾ വാഴയിലയിൽ ഓരോരോ വിഭവങ്ങളായിട്ട് വിളമ്പി കൊടുത്തു. എന്നിട്ട് ഞാൻ എല്ലാത്തിനും കുറച്ച് ഇതേപോലെ എടുത്തിട്ട് ആദ്യം ഒരു ഉരുള ഞാനായിട്ട് വാരി കൊടുത്തു കേട്ടോ. എന്നിട്ട് പിന്നെ ബാക്കിയുള്ളത് മോൾ തന്നെയാണ് വാരിയിട്ട് കഴിച്ചത്. പിന്നെ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാനും മോളും പിന്നെ വേഗം ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നു. ഇത് കഴിഞ്ഞിട്ട് വേണം മോൾക്ക് ഇനി വീണ്ടും സ്കൂളിലേക്ക് പോകാനായിട്ട്. ഇവർക്ക് ഡാൻസ് ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ പ്രാക്ടീസ് ഉണ്ട്. അപ്പോൾ എന്തായാലും വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ സദ്യയൊക്കെ കഴിഞ്ഞ് പായസമൊക്കെ കുടിച്ചു. പിന്നെ വൈകുന്നേരമായിട്ടാണ് കേട്ടോ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തത്. അങ്ങനെ അവളുടെ കുറച്ച് ഫ്രണ്ട്സും നമ്മുടെ തൊട്ടടുത്ത വീട്ടിലുള്ള കുറച്ച് കുട്ടികളൊക്കെ വന്ന് നമ്മളിത് കേക്കൊക്കെ മുറിക്കുന്നുണ്ട്. അപ്പോൾ കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഉള്ളിൽ കോഫിയുടെ ഫ്ലേവറാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കേക്ക് മുറി കഴിഞ്ഞ് കേക്കൊക്കെ എല്ലാവർക്കും കൊടുത്തു കേട്ടോ. പിന്നെ നമുക്ക് ഗീതുമോളുടെ ഫ്രണ്ട്സിനൊന്നും ഭക്ഷണം കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം എല്ലാവർക്കും ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ വൈകിട്ടാകുമ്പോഴത്തേക്കും എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായും തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഈ ഒരു വീഡിയോയിൽ തെറ്റോ കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക.